എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതുതായിട്ട് മേടിച്ചിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ. കുറെ ആയിട്ട് ഫേസ് മാസ്ക് വാങ്ങണം മേടിക്കണം. അപ്പൊ ഞാൻ മേടിച്ചാണ് ഈ ഒരു മാമകത്തിന്റെ ഉപ്തൻ ഡീറ്റാൻ ഫേസ് പാക്ക് കേട്ടോ. ഇതിൽ നമ്മുടെ കടലപ്പൊടി, അതേപോലെ തന്നെ മഞ്ഞള്, സാഫ്രോൺ ഇതൊക്കെയാണ് വരുന്നത്. ഇതിന്റെ തന്നെ ഞാൻ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഫേസ് വാഷ് യൂസ് ചെയ്ത സമയത്ത് ഈ ഒരു സംഭവം ഈ ഒരു റേഞ്ചിൽ വരുന്ന മാമകത്തിന്റെ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് ഇങ്ങനെ സ്ക്രബിങ് സംഭവങ്ങളൊക്കെ ഉള്ളത് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് ആയിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഫേസ് മാസ്ക് ആണ് ഈ ഒരു ഉപ്തന്റെ കേട്ടോ. ഇതിലും അങ്ങനെ തന്നെയാണ്. നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. വലിയൊരു ഇങ്ങനത്തെ ഇതിലായിട്ട് വരുന്നത് കണ്ടോ. ആ ഒരു സെയിം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഫേസ് വാഷ് ഉണ്ടായിരുന്ന ആ ഒരു സെയിം സ്മെല്ലാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലുള്ള ഒരു ക്രീമി ടെക്സ്ചറിലാണ് വരുന്നത്. ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാം. അതായത് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതായത് നമ്മൾ ഫേസിൽ കുറച്ച് നേരം അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ ഒന്നിങ്ങനെ മസാജ് ചെയ്തിട്ട് കയ്യിലൊക്കെ മസാജ് ചെയ്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫേസിൽ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസും കിട്ടും. പ്ലസ് നമുക്ക് ഫേസിൽ നല്ലൊരു ക്ലീൻ ആയ പോലെ തോന്നും. പിന്നെ ഒരു വീക്കിലി ഒരു 2 ടൈംസ് അല്ലെങ്കിൽ 1 ടൈംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ സൺടാനൊക്കെ ഉള്ള ഒരു മുഖത്തിന് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പൊ ഇതേപോലത്തെ വലിയൊരു ബോട്ടിലാണ് വരുന്നത്. മെയിൻ ടാൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത്. നോർമൽ ടു ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാവുന്നതാണ്. വന്നിട്ട് ഒരു ഇപ്പൊ ഭയങ്കര ഒരു വരണ്ട കാലാവസ്ഥയാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഈ ഒരു ഡോട്ട് ആൻഡ് ഗീന്റെ സ്കിൻ കെയർ സെറാമൈഡ് ആൻഡ് ഹെൽറോണിക് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ആണ്. ഇതില് പ്രീബയോട്ടിക്സും അതേപോലെ തന്നെ റൈസ് വാട്ടർ ഒക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. വിത്ത് 5 എസെൻഷ്യൽ സെറാമൈഡ്സ്, അതേപോലെ തന്നെ ഇന്റൻസ് മോയ്സ്ചറൈസിങ് റിപ്പയർ ആൻഡ് സൂത്ത്നെസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിലെ pH വരുന്നത് 5.5 ആണ് കേട്ടോ. ഡ്രൈ കോമ്പിനേഷൻ, അതേപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേപോലെയാണ് വരുന്നത് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. നമ്മളങ്ങനെ കാര്യപ്പെട്ട സ്മെല്ലും കാര്യങ്ങളൊന്നും ഈ ഒരു മോയ്സ്ചറൈസറിന് ഇല്ല കേട്ടോ. അപ്പൊ കുളി കഴിഞ്ഞ് വന്നപാടെ ഈ ഒരു മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതാണ് ഡോട്ട് ആൻഡ് ഗീന്റെ ഒരു ഫേസ് മോയ്സ്ചറൈസർ വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ജസ്റ്റ് ഹെർബിന്റെ നമ്മളുടെ ഒരു ഫേസ് ആൻഡ് ബോഡി സ്ക്രബ് ആണ്. അതിനകത്ത് ബോഡി സ്ക്രബ് ആയിട്ട് യൂസ് ചെയ്യാറില്ല, വേറെ തന്നെ ബോഡി സ്ക്രബ് സെപ്പറേറ്റ് അതാ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത് ഫേസിനാണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നല്ലതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക വൈറ്റ് ഹെഡ്സും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അത് ഡെയിലി ഒന്നും ചെയ്യാൻ പാടില്ല, വീക്ക്ലി വൺസ് ഒക്കെ മതി. ഫേസ് എടുത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ മാറാനായിട്ടും പിന്നെ നന്നായിട്ട് ഓയിലി ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. നല്ലൊരു ബ്രൈറ്റ്നസ് ഫേസിന് കിട്ടും. അപ്പൊ ഇത് വന്നിട്ട് ജസ്റ്റ് ഹെർബിന്റെ ആണ്. എക്സ്ഫോളിയേറ്റ്, റിമൂവ് ടാനിങ് ആൻഡ് ബ്രൈറ്റൻ സ്കിൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് സംഭവം വരുന്നത് കേട്ടോ. ഇത് വേഗൻ ആണ്. അതേപോലെ തന്നെ SLS, പാരബൻസ് ഒക്കെ ഫ്രീ ആണ്, ക്രുവാലിറ്റി ഫ്രീ ആണ്, 100% ഹെർബൽ ആക്റ്റീവ്സ് ആണുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഒരു ഹെയർ പ്രൊഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് മാമകത്തിന്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് സ്കാൽപ്പ് സെറാണ് കേട്ടോ. ഞാൻ ഇതും യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഒരു ഹെയർ സെറം ഉണ്ട്, അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു തലയിലുള്ള ചൊറിച്ചിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറാണ് കേട്ടോ. ഞാൻ ഓയിൽ യൂസ് ചെയ്യാറില്ല, എണ്ണ കിട്ടുന്ന കാര്യങ്ങളെ. അപ്പൊ അതിന് പകരമായിട്ടും പിന്നെ തലകൂട്ടി കുറച്ച് നല്ലതാണല്ലോ, ഈ ഹെയർ ഫോളൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പ്രൊമോട്ട് ഹെയർ ഗ്രോത്ത് എഴുതിയിട്ടുണ്ട്. മെയ്ഡ് സേഫ് ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് മാമകത്തിന്റെ വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ഫേസ് മാസ്ക് തന്നെയാണ്. ഇത് പിൽഗ്രിമിന്റെ അങ്ങനത്തെ ഗോൾഡ് അല്ലേ, ഇത് ജോയിൻ ദ ജേർണി 24K ഗോൾഡ് ഫേഷ്യൽ മാസ്ക് ആണ്. നല്ലൊരു ഗ്ലോയിസിങ് ഉള്ള ഒരു പ്രത്യേകതരം ഫേസ് മാസ്ക്. കണ്ടോ, പേര് പോലെ തന്നെ നല്ല ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. അപ്പൊ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുക. ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി കേട്ടോ. നല്ലൊരു ഫേസ് മാസ്ക് ആണ് ഈ പിൽഗ്രിമിന്റെ. നെക്സ്റ്റ് വന്നിട്ട് ഇതെന്താ വെച്ചാല് നമ്മളുടെ കെമിസ്റ്ററ്റ് പ്ലേന്റെ നമ്മൾ ഇതാണ് ഫുഡ് ക്രാക്ക്ഡ് ഹീൽസ് ഇല്ല, അതായത് ഉപ്പൂറ്റി വിണ്ടുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കിടക്കണതിന് മുൻപായിട്ട് കാലൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കാലിലൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ഉപ്പൂറ്റി ആ അടിവശത്തൊക്കെ ആയിട്ട് ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് ഒരു സോക്സ് ഇട്ടിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് നേരം ഒന്ന് കാലൊക്കെ നീട്ടി വെച്ചിട്ട് തേച്ചിട്ട് 10 മിനിറ്റ് ഒക്കെ അങ്ങനെ ഇരിക്കുകയാണ് നല്ലത്. അതിന് ശേഷം സോക്സ് ഇട്ടിട്ട് നമുക്ക് കിടന്നുറങ്ങാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്രാക്ക്ഡ് ഹീലിന്റെ പ്രശ്നമുണ്ട്, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ സംഭവമാണ് ഈ ഒരു കെമിസ്റ്ററ്റ് പ്ലാന്റെ ഈ ഒരു ക്രീം എന്ന് പറയുന്നത്. പിന്നെ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് വന്നിട്ട് നമ്മുടെ ഷുഗർ പോപ്പിന്റെ ആണ് കേട്ടോ. SPF 50 വരുന്ന ഒരു സൺസ്ക്രീൻ ആണ്.
വെളുത്ത് പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് ഏത് സൺസ്ക്രീൻ ആണെങ്കിലും യൂസ് ചെയ്യുക. ഒരു 2-3 മണിക്കൂറായിട്ട് നമുക്ക് റീഅപ്ലൈ ആണെങ്കിൽ അത്ര നല്ലതാണ്. അപ്പൊ പൊരിഞ്ഞ വെയില, അപ്പം പുറത്തിറങ്ങുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഇത്. വിത്ത് വിറ്റാമിൻ സി ആൻഡ് ഹൈലൂറോണിക് ആസിഡ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം മേടിച്ചിട്ടുള്ളത് ആമസോണിനാണ്. നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ബൈ.